അതമ്മ ബാറ്ററി കിട്ടിയാ അതോ നമ്മ തോക്കെടുത്തോണ്ടേ തോക്ക് കണ്ണുമ്പി അതും കണ്ണുമ്പിയ നമ്മ കൊണ്ടുവരാ കണ്ണുമ്പ് കണ്ണുമ്പ് അതം വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെറുതെ യൂസ് ചെയ്യും. അതിൻ്റെ ഉള്ളിലും ഉണ്ട് ഗൈസ്. 3 എണ്ണം വേണം. 2 എണ്ണം ഉള്ളെന്ന് വിചാരിച്ചു. ക്ലോക്കിൽ കുഞ്ഞു കെട്ടില്ലേ ആദ്യം എടുത്തോളി. ഇതിക്കന്നെ വെക്കണം കേട്ടാ. ആദമേ നോക്കിട്ടേ ആക്കിക്കുടി. മമ്മനെ വെടിയില്ലേ ആദമേ രസണ്ടാ? പറ്റില്ല. പൈസ എങ്ങനെയുണ്ട് ഇപ്പോ? വലിയ കാര്യത്തിന് വാങ്ങി വിടുന്നിട്ട് മോൻ മെയിൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല അതിന് ആ പ്രായം ആയില്ല. മൂഞ്ചിയില്ലേ നീ ചാടിച്ചോ നേരായി പോവാല്ലേ. അതാ വീഡിയോയിൽ കാണാൻ ലുക്കിന് വേണ്ടി ഗസ്റ്റുകൾ മാത്രം വരുമ്പോൾ എടുക്കണ പാത്രം എടുക്കുകയാണ്. എന്താ പതേ പപ്പ കിട്ടെടുത്താ അപ്പു നൂഡിൽസ് ഉണ്ടായി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് വിചാരിക്കണവർക്ക് ഇപ്പം ഞങ്ങൾ മാത്രമേ ചായ കുടിക്കാൻ. ഇപ്പൊക്കെ രാവിലെ തന്നെ ചായ കുടിച്ച് പോയി. ഉമ്മച്ചി ഉറങ്ങുകയാണ്. ഉമ്മച്ചി രാവിലെ സുബഹക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒന്ന് ഉറങ്ങും. അങ്ങനെ ഉറങ്ങുകയാണ്. പിന്നെ ഋഷു ഉറങ്ങുകയാണ്. തേങ്ങാപ്പാൽ ശുദ്ധമായ തേങ്ങാപ്പാൽ അതിന് മുമ്പ് തരട്ടെ. എന്തെങ്കിലും പൊടിച്ചിട്ടാണ് തേങ്ങാപ്പാലിന് മധുരമുണ്ടല്ലോ അത്യാവശ്യമില്ലേ? ആദ്യമേ വാ അപ്പു തരാം. അപ്പം ആദ്യമിന് കറി വാങ്ങിക്കൊണ്ടുവരാം. തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്നില്ല. ഇപ്പോൾ വരട്ടാ. ഞങ്ങൾ അഭേദ്യമായ ബന്ധം കാരണം ഞങ്ങൾക്ക് ഒരേ മുറ്റമാണ്, മതിലുകളില്ല. അപ്പുറത്ത് പെരും അങ്ങനെ തന്നെ കേട്ടോ. അപ്പുറത്ത് മൂത്തപ്പാൻ്റെ പെരി അങ്ങനെ തന്നെയാണ്. ഈ 3 വീടുകൾക്കിടയിലും ഒരു മതിലില്ല. അതാണ് ഞങ്ങളുടെ പ്രത്യേകത.
ഇപ്പം എല്ലായിടത്തും ഒരു മാന്തൾമയമാണല്ലോ അല്ലേ? സെറ്റപ്പ്. ഇന്ന് ഞങ്ങളൊക്കെ പഠിച്ച മദ്രസത്തിൻ്റെ നബിദിന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സ്റ്റാറ്റസിൽ കാണുകയാണ്. എൻ്റെ ഉമ്മ സ്റ്റാറ്റസ് വെച്ചിനി. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കയറി വാങ്ങാം. അതും പോവാ. അപ്പോൾ നമ്മളൊരു മുടിയാഴ്ചൽ പരിപാടിക്ക് പോവാം കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോപ്പിൽ കയറുകയാണ്. അതിന് പോയി എന്നിട്ട് നമുക്ക് വേറെ സ്ഥലത്തും പോകാണ്ട് കേട്ടോ. ന്യൂ ബോൺ സെറ്റ് ഡ്രസ്സ് അങ്ങനെ ഈ പോപ്പീസിൻ്റെ ബ്രാൻഡ് വരുന്നില്ല. ബോയ അതെടുക്കാം. അതിലേറെ ചെറുതില്ലല്ലോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയിനി നമുക്ക് പരിപാടിക്ക് പോകാം. മാമൻ്റെ ആങ്ങളുടെ കുട്ടിൻ്റെ മുടിയാഴ്ചയിലാണ്. അപ്പോൾ മാം ഇന്നലെ തന്നെ പോയിനി. അപ്പോൾ ആദ്യം മാമനെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് മാമൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ കൂടെ വെച്ചിട്ട് പരിപാടി. അപ്പോൾ അങ്ങോട്ട് പോകാം. അങ്ങനെ ഇവിടെ എത്തി ഗായ്സ്. ഇതാണ് കേട്ടോ മാമൻ്റെ വീട്. അങ്ങനെ പരിപാടിക്കൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാണ്ട്. ബേബി ആൻറ്റിൻ്റെ മോൻ്റെ കുട്ടിനെ കാണാൻ കേട്ടോ. പരപ്പനങ്ങാടിയാണ് സ്ഥലം. അപ്പോൾ നമ്മളങ്ങനെ പെരൻ്റെ അടുത്ത് എത്തിയാണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടി പോകില്ല ഓല മുറ്റത്തേക്ക്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. ഓൽക്കറി ഉണ്ടാവുമല്ലോ, ഒരു ഇതിന് മുന്നേ വന്നല്ലേ അല്ലേ? ഇവിടൊക്കെ നോക്കിയാ മണലാ. കടപ്പുറം. ഇത് മണലാ, നോക്കി മണലൊക്കെ. അപ്പൊ ബീച്ച് സൈഡാ. അറിയില്ലേ, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വരാറ്. ഇനി നമ്മൾ കാണാൻ പോണത് ഓല ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് കേട്ടോ. വന്ദേ ഭാരത്. ഇനി ഒരു ട്രെയിനും കൂടി വരാണ്ട് എന്നാ പറഞ്ഞ്. അപ്പോഴത്തേന് ഈ പെര ഫുള്ള് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. പഴയ പെരയാണ് കേട്ടോ. ട്രെയിനൊക്കെ മുന്നിൽ, ആ ട്രെയിൻ പാളൊക്കെ വരുന്നതിന് മുന്നുള്ള വീടത്. ഇതാണ് ഗൈസ് വീട്. ഇത് ഈ ട്രെയിനും വരുന്നതിന് മുന്നുള്ള വീടാണല്ലോ. അതാണ് ഇവിടെ ഇങ്ങനെയൊക്കെ. മണലാണ് ഇവിടെ ഗൈസ്, മണൽ. അല്ലാ ഇല്ല, ഷവർമ്മയാണത്. അതുമേ ഇതും നല്ല വരുന്നല്ലേ. സ്റ്റോപ്പ് കഴിഞ്ഞ് വരികയെന്നുണ്ട്. ഒന്ന് മുതലായില്ല അതുമേ. നമ്മൾ പോയി ഇതേഭാരത് കണ്ടില്ലേ? ട്രെയിന് സെറ്റ്.
തണുപ്പാണല്ലേ, അതുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇവിടുത്തെ കിണറിനൊക്കെ ഇത്ര വട്ടം ഉണ്ടാവുള്ളൂ അല്ലേ? വട്ടം ചെറിയ കിണറേ കര ഇവിടത്തേക്ക് അല്ലേ? ഞാൻ ഓലോടത്തേന് നോക്കി. ആ, മുക്കാലുണ്ട്. നമ്മളെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ഫുൾ യാത്രയായിരുന്നു ലാദം. അപ്പോൾ ഓക്കെ.